വർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കാമെന്ന് കേന്ദ്ര ധനമന്ത്രി ഉറപ്പു നൽകിയതായി UDF എംപിമാർ. കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയ ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകിയതായും നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം എംപിമാർ പ്രതികരിച്ചു. ധനമന്ത്രിക്ക് മുന്നിൽ മുഖ്യമന്ത്രി വിഷയം ഉന്നയിക്കാത്തത് പ്രതിഷേധാർഹമാണെന്ന് NK പ്രേമചന്ദ്രൻ MP പ്രതികരിച്ചു. മുഴുവൻ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു സമരമെന്ന നിലയിൽ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രി ആ കാര്യം ആരോഗ്യമന്ത്രിയുമായി ചർച്ച ചെയ്തുകൊണ്ട് സമഗ്രമായ ഒരു പദ്ധതി അല്ലെങ്കിൽ ശാശ്വതമായിട്ടുള്ളൊരു പരിഹാര മാർഗത്തിന് നടപടികൾ സ്വീകരിക്കാമെന്നുള്ള വ്യക്തമായ ഉറപ്പാണ് ഞങ്ങൾ UDFന്റെ പാർലമെന്ററി പ്രതിനിധി സംഘത്തിന് ഇന്ന് ലഭിച്ചത്. ജോയ്സ് ഡാനിയൽ നമുക്കൊപ്പം ദില്ലിയിൽ നിന്ന്. ജോയ്സ് ഡാനിയൽ, എംപിമാർ നടത്തിയ ചർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകുമെന്ന ഉറപ്പാണോ ധനമന്ത്രി നൽകിയത്? സുജയ്, അങ്ങനെ തന്നെയാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഈ ഒരു യോഗം കേരളത്തിലെ UDF എംപിമാരും ഒപ്പം തന്നെ കേന്ദ്രത്തിന്റെ ധനമന്ത്രിയുമായി നടന്നത്. ഏതായാലും ഈ ഒരു യോഗത്തിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ തന്നെ വിളിച്ചു വരുത്തി ഈ വിഷയത്തിൽ ഒരു ദീർഘമായ ചർച്ച തന്നെ നടന്നിട്ടുണ്ടായിരുന്നു. 50 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു കൂടിക്കാഴ്ചയ്ക്കൊടുവിലാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ചെയ്യാൻ കഴിയുന്ന സാധ്യമായതെല്ലാം ചെയ്യാമെന്നിപ്പോൾ ധനമന്ത്രി ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള എംപിമാർ, പ്രത്യേകിച്ച് UDF എംപിമാർ ആവശ്യപ്പെട്ടൊരു കാര്യം, ഈ കോ ബ്രാൻഡിംഗുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ചില തുകകൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ നൽകണം. ഈ സമരം ഇങ്ങനെ നീണ്ടുപോകുന്നത് ഇനി അംഗീകരിക്കാൻ കഴിയില്ല. ഇത് അവസാനിപ്പിക്കാൻ വേണ്ട നടപടികൾ കേന്ദ്ര സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് UDF എംപിമാർ മുന്നോട്ട് വെച്ചത്. അതേസമയം കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായും ഈ വിഷയത്തിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയിലും പറയുന്നത് അനുഭാവപൂർവ്വം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള കാര്യമാണ്. അതിനൊപ്പം തന്നെ 630 കോടി രൂപയാണ് ഈ കോ ബ്രാൻഡിംഗുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് കേന്ദ്രം നൽകാനുള്ളത്. ആ വിഷയത്തിൽ കൂടി ഒരു ഇടപെടൽ വേണമെന്ന ആവശ്യം എംപിമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളെല്ലാം ഒരു ദീർഘമായ ചർച്ചയ്ക്കൊടുവിൽ ഇതിനെല്ലാം അനുഭാവപൂർവ്വമായ ഒരു പരിഗണന നൽകാമെന്നാണ് ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ രാവിലെ മുഖ്യമന്ത്രിയുമായി കേന്ദ്ര ധനകാര്യമന്ത്രി ഒരു ചർച്ച നടത്തിയ സമയത്ത് ഈ വിഷയം ഉന്നയിക്കാതെ പോയത് അത് തെറ്റായ നടപടിയാണ്, അതിൽ പ്രതിഷേധമുണ്ട് എന്ന് തന്നെയാണ് NK പ്രേമചന്ദ്രൻ MP തന്നെ വ്യക്തമാക്കിയത്. കൂടിക്കാഴ്ച നടത്തിയതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ജോയ്സ് പങ്കുവച്ചത്. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തിയത് ട്രംപ് മോദി ചർച്ച പോലെ ആകരുതെന്ന് പരിഹസിച്ച് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. കേന്ദ്രം കേരളത്തോട് ഇപ്പോഴും ചിറ്റമ്മ നയമാണ് പുലർത്തുന്നത്.